ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇന്നും ഞാൻ ഭഗവാന്റെ ഒരു ഒരു വഴിപാടിൻ്റെ ഒരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 12 കളഭം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിൻ്റെ ഒരു ചരിത്രം, അതിനെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ കഥ അതാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു 12 കളഭത്തിൻ്റെ ചരിത്രം. ഇതാണ് ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ആരംഭിച്ച ഒരു ഉത്സവമാണ് പള്ളിപ്പാന. ക്ഷീണിതനായ മഹാവിഷ്ണുവിനെ പരമശിവൻ വേലന്റെ രൂപത്തിലെത്തി കൊട്ടിപ്പാടിയതാണ് ആദ്യ പള്ളിപ്പാന എന്നാണ് ഐതിഹ്യം. ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനാണ് അമ്പലപ്പുഴ പള്ളിപ്പാന തുടങ്ങിവെച്ചത്. ആദ്യത്തെ പാന നടന്നത് കൊല്ലവർഷം 841 ഇന്നും ഇത് തുടർന്നു വരുന്നു. 12 വർഷത്തിലൊരിക്കലാണ് അമ്പലപ്പുഴ പള്ളിപ്പാന നടത്തപ്പെടുന്നത്. വേലൻ സമുദായത്തിൽപ്പെട്ടവരാണ് പള്ളിപ്പാന നടത്തുന്നതിലെ പ്രധാനികൾ. ഇതിൻ്റെ അനുബന്ധമായാണ് ഈ ക്ഷേത്രത്തിൽ പള്ളിപ്പാന നടത്തുന്നത്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ സാക്ഷിയാക്കിയാണ് ഇത് നടത്തുന്നത്. ഓത്തും ഉറോത്തുമാണ് അമ്പലപ്പുഴ പള്ളിപ്പാനയിലെ പ്രധാന ചടങ്ങുകൾ. എല്ലാ വർഷവും മകരമാസത്തിലെ 12-ാം നാൾ 12 കളഭം എന്ന ആചാരം നടന്നു പോകുന്നു. അങ്ങനെ 12 കളഭങ്ങൾക്ക് ശേഷം ആണ് ഒരു പള്ളിപ്പാന നടത്തുന്നത്. വിഗ്രഹത്തിലെ അശുദ്ധികൾ നീക്കം ചെയ്യുവാനും അതിൻ്റെ ശക്തി പുനർപ്രതിഷ്ഠിക്കുവാനുമാണ് ഈ ആചാരം നടത്തുന്നത്. വേലന്മാരാണ് പാനപ്പാട്ട് പാടി വിഗ്രഹത്തിന് ശക്തി പകരുന്നത്. ആദ്യത്തെ വേലൻ പരമശിവനാണെന്ന് വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു. അതിന് പിന്നിലെ കഥ ഇങ്ങനെയാണ്. പണ്ടൊരിക്കൽ മഹാവിഷ്ണുവിന് അധ്വാനഭാരം മൂലം തളർച്ച ബാധിക്കുകയും അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു. ജ്യോതിഷത്തിൻ്റെ ദേവനായ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തെ ഉണർത്തുവാൻ വേണ്ടി പള്ളിപ്പാന നടത്തുവാനായി ആവശ്യപ്പെട്ടു. ഒടുവിൽ പരമശിവനും പാർവതിയും വേലനും വേലത്തിയുമായി അവതരിച്ച് പള്ളിപ്പാന നടത്തുകയും മഹാവിഷ്ണുവിനെ ഉണർത്തുകയും ചെയ്തു. അതിനാൽ പാനപ്പാട്ടുകളിൽ ആദ്യം പരമശിവനെ സ്തുതിക്കുകയാണ് പതിവ്. മാത്രമല്ല പാട്ടിനൊപ്പം ശൈവവാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. ഓത്തും മുറോത്തും പള്ളിപ്പാനയിലെ 2 പ്രധാന ആചാരങ്ങളാണ്. ഓത്ത് പകൽ സമയത്ത് വേലന്മാരാണ് നടത്തുന്നത്. മുറോത്ത് രാത്രി സമയത്ത് വേലത്തികളും. ഈ ആചാരത്തിൽ പങ്കെടുക്കുന്ന വേലന്മാർ 2ആയി തിരിയുന്നു. ഒരു വിഭാഗം ഓത്ത് അനുഷ്ഠിക്കുകയും കുട്ടാടികൾ, മറ്റൊരു വിഭാഗം രസികന്മാരായി പുരാനടികൾ പ്രവർത്തിക്കുകയും ചെയ്യും. പുരാനടികൾ യാഗസ്ഥാനത്തിനു ചുറ്റും ഇലഞ്ഞിപ്പൂക്കളും ഓല കൊണ്ടുള്ള തൊപ്പിയും ധരിച്ച് മുഖത്ത് ചായം പൂശി ഓടി നടന്ന് കുട്ടാടികളിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നു. ഇവരെ പരമശിവന്റെ ഭൂതഗണങ്ങളായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന തന്ത്രി കൊയ്മാവതി, അതായത് ദൈവിക ശക്തിയെ സൂചിപ്പിക്കുന്ന ഒരു ദണ്ണ് എന്നാണ് അതിന് അർത്ഥം വരുന്നത് കേട്ടോ. അതിനെയാണ് ഈ കൊയ്മാവതി എന്ന് പറയപ്പെടുന്നത്. ഈ കൊയ്മാവതി പുറത്ത് കൊണ്ടുവന്ന് പള്ളിപ്പന്തലിൽ വയ്ക്കുന്നതോടുകൂടിയാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. അതിനുശേഷം പ്രധാന തന്ത്രി കുട്ടാടികൾക്ക് ഓത്തു തുടങ്ങാനുള്ള അനുമതി നൽകുന്നു. വൈകിട്ട് 5:30 വരെ ഓത്ത് നടക്കും. ദീപാരാധനയ്ക്ക് ശേഷമാണ് മുറോത്ത് തുടങ്ങുന്നത്. പള്ളിപ്പാനയിലെ ഭാഷയുടെ പഴക്കം വെച്ച് അതിന് 300-400 വർഷം പഴക്കമുണ്ടെന്ന് പറയാം. തൊട്ടുകൂടായ്മയും മറ്റും കൂടിയ കീഴ്ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നിരോധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആചാരത്തിൽ അവർക്കുള്ള പങ്ക് ശ്രദ്ധിക്കപ്പെട്ടതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. കീഴ്ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേലന്മാർക്ക് ക്ഷേത്രത്തിൽ ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയുമാണ് പള്ളിപ്പാനയിലെ വിശേഷങ്ങളും ചരിത്രങ്ങളും. അതായത് നമുക്ക് അവിടെ പള്ളിപ്പാന നടക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അത് പോയി കണ്ടു തൊഴാനോ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്തെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു കഥ അറിയപ്പെടുന്നത്.
അപ്പോഴേ എനിക്കിത് അറിഞ്ഞ സമയത്ത്, അതായത് പരമശിവനാണ് ഒരു വേലനായിട്ട് ഇങ്ങനെ കൂടെ കൂടുന്നത് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം തോന്നി, എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് സാധിച്ചാൽ, 12 വർഷത്തിലൊരിക്കൽ എന്നാണല്ലോ പറയുന്നത്, അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ അത് സാധിച്ചാൽ ഒന്ന് പോയി കണ്ടു തൊഴണം എന്ന ആഗ്രഹമുണ്ട്. ഞാൻ പ്രധാനമായും പോയി തൊഴുന്ന ഒരു അമ്പലങ്ങളിൽ ഒന്നും കൂടിയാണ് ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ടാണ് അവിടെ അവതരിച്ചിരിക്കുന്നത്. ഭഗവാനെ ഒരു വട്ടം പോയി കാണുന്നവർക്ക് ആ ഒരു നവനീത കൃഷ്ണനെ, അതായത് കയ്യിൽ എപ്പോഴും എണ്ണ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അവിടെ വെണ്ണ നിവേദ്യത്തിനൊക്കെ ആ ഒരു ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. നമ്മൾ അതിനായിട്ട് അവിടെ ചെന്ന് തൊഴുത് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തായാലും ഒരു മാതൃവാത്സല്യമാണ് എനിക്ക് പൊതുവേ ആ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പം നിറയാറ്. അതിപ്പോൾ ഗുരുവായൂരായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് കൃഷ്ണനോട് പൊതുവേ ഉള്ള എൻ്റെ ഒരു സമീപനം അങ്ങനെയാണ്. അതുകൊണ്ടാവാം പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ ഭഗവാനെ സമീപിക്കുന്നത്. ചിലർക്ക് മകനെ പോലെ ആവും, ചിലർക്ക് കൂട്ടുകാരനാവും, ചിലർക്ക് കാമുകനാവും, ചിലർക്ക് എന്താ പറയുക അച്ഛനെ പോലെ ആയിരിക്കും, ചിലപ്പം എന്താ പറയുക സഹോദരനായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ഭഗവാനെ നമ്മളോട് ചേർത്ത് നിർത്താം. അത് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം അനുസരിച്ചായിരിക്കും അതിനെ അങ്ങോട്ട് മുന്നോട്ട് പോണത്. എന്നെ സംബന്ധിച്ച് എനിക്ക് മാതൃവാത്സല്യമാണ് തോന്നാറ്. എനിക്ക് ചെറുതിലേ മുതലേ ഞാൻ ആ ഒരു കുറൂരമ്മയുടെ ഒരു കഥ കേട്ട് വന്നത് കൊണ്ടിട്ട് തന്നെ എനിക്ക് ആ ഒരു ഭക്തിയിലൂടെയാണ്, ആ ഒരു ഭക്തി വേണം എന്നൊരാഗ്രഹമാണ് എനിക്ക് ഉള്ളത്. അമ്പലപ്പുഴ കൃഷ്ണനോടായാലും ഗുരുവായൂരപ്പനോടായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്താ പറയുക, ഈ പള്ളിപ്പാന എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് കുറിച്ചുള്ള എനിക്കറിയാവുന്ന വിവരണങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരുപക്ഷെ ഏറ്റക്കുറച്ചിലുകളോ പോരായ്മകളോ ഒക്കെ ഉണ്ടാവാം. എനിക്ക് കിട്ടുന്ന അറിവ് പോലെ തന്നെയായിരിക്കും ഇത് ചിലപ്പം ആ ബുക്കിൽ എഴുതിയിരിക്കുന്നവർക്കും, എനിക്ക് വായിക്കാനിടയിൽ ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന അതിലും വന്നത് അവർക്കും കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള അറിവുകളായിരിക്കും. പക്ഷെ അവരെക്കാൾ കൂടുതൽ അറിവുള്ളവരും ഉണ്ടായിരിക്കാം. എന്താണ് ഇതിനകത്തുള്ള പോരാക്കുറവുകളൊക്കെ എന്താ പറയുക, ക്ഷമിക്കുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.